ഞാൻ വായിച്ചതിൽ വെച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ് ദ മെലൂഹ ട്രയോളജി എന്ന് പറഞ്ഞൊരു ബുക്ക്. 3 ബുക്കാണ്. അമീഷ് എന്ന റൈറ്റർ എഴുതിയ ബുക്കാണിത്. ഞാൻ വായിച്ചതിൻ്റെ മലയാളമാണ്, ഇതിൻ്റെ ഇംഗ്ലീഷൊക്കെ അവൈലബിൾ ആണ്. എന്താ പറയുക മോനെ, അടിപൊളി ബുക്കാണ് ഇത്. ലൈക്ക് നമ്മളൊരു ഒരു വെബ് സീരീസ് കാണുന്ന പോലെ നമുക്ക് ഈ ബുക്ക് വായിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇതൊരു വെബ് സീരീസ് ആയിട്ട് മാറ്റുവാണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിന് ഒപ്പം നിൽക്കുന്ന, ഒരു പക്ഷേ അതിനേക്കാൾ ഒരുപടി മുകളിൽ പോകുന്ന ഒരു സീരീസ് ആയിട്ട് ഈ ഒരു ബുക്കിനെ മാറ്റാൻ പറ്റും നമുക്ക്. കുറേ ആളുകൾ ഇതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടോ നടന്നില്ല. ഭാവിയിൽ ഇതൊരു വെബ് സീരീസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലത്തെ കിടിലം ബുക്കാണിത്. ഇതിൽ നമ്മൾ കണ്ടും കേട്ടും വളർന്ന ദൈവങ്ങളെ, അത് ശിവനെയും ഗണപതിയെയും ഒക്കെ ഇവർ പോർട്രേ ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. അത് ഒരു വേറെ രീതിയിലാണ്. ലൈക്ക് ദൈവങ്ങളായിട്ടല്ല ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്, പകരം ഇവരും നോർമൽ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാം, ഇപ്പോൾ ശിവനെ ഒരു കാട്ടുജാതിക്കാരനായിട്ട്, ഒരു കാട്ടിൽ നിന്ന് വരുന്ന ഒരാളായിട്ട് കാണിച്ചിട്ട് ഒരു സാധാരണക്കാരൻ, അയാൾ നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ പരിപാടിയിൽ ഒരു നാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഇയാൾ എങ്ങനെ ഒരു ജനതയുടെ ഒരു പ്രതീക്ഷയായിട്ട് മാറി എന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ സതീദേവി, ഇവരൊക്കെ ഈ പോർട്രേ ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. ശിവനെ എനിക്ക് തോന്നുന്നത് 20 സംതിങ് വയസ്സാണ് കാണിച്ചിരിക്കുന്നത്, സതീദേവിക്ക് 106 സംതിങ് വയസ്സാണെന്നുള്ളത്. അത്രയും ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഗണപതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഗണപതിനെ ഇങ്ങനെ ആയിരിക്കും പോർട്രേ ചെയ്യുന്ന രീതി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് ഗണപതിയാ ആ രീതിയിൽ. അതിലെ കാളീനെ പോർട്രേ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹിന്ദു മിത്തോളജിയിലെ ദൈവങ്ങളെ എടുത്തിട്ട് വേറെ രീതിയിൽ പോർട്രേ ചെയ്തേക്കാണ്. ഒരു ഗെയിം ഓഫ് ത്രോൺസ് ലെവൽ കഥയിലേക്ക് ഇവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സീക്വൻസ്, കഥ ആദ്യത്തെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് ഒരു ഈവനിങ് സമയത്ത് ഒരു നദീതീരത്തുള്ള ഒരു പാറപ്പുറത്തിരുന്ന് ശിവൻ കഞ്ചാവ് വലിക്കുകയാണ്. ഇതാണ് കഥ തുടങ്ങുന്നത് തന്നെ. അത് മാത്രമല്ല, ഇതിൽ കുറേ യുദ്ധങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ബാഹുബലിയൊക്കെ കാണുന്ന പോലത്തെ കുറേ യുദ്ധങ്ങൾ വരുന്നുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് തീരുമ്പോഴും ഓരോ സസ്പെൻസ് ഇട്ടിട്ടാണ് അവർ നിർത്തുന്നത്. നമ്മൾ വിചാരിക്കും ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞ് പിന്നെ വായിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വായിച്ച് തീരുമ്പോഴത്തേക്കും എൻഡിൽ ഒരു സസ്പെൻസ് ഇട്ട് വയ്ക്കും, അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള രീതിയിൽ. അതുപോലെ ഞാൻ പറഞ്ഞു, ഒരു വെബ് സീരീസിൻ്റെ എപ്പിസോഡ് തീരുന്നതിലാണ് ഇവന്മാരത് ക്രിയേറ്റ് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പക്കാ കണ്ടിന്യൂഷനാണ്. ഈ ഫസ്റ്റ് ബുക്ക് എവിടെ നിർത്തിയോ അതിൻ്റെ പക്കാ കണ്ടിന്യൂഷനായിട്ടാണ് അടുത്ത ബുക്കും പോകുന്നത്. ഇത് അത്യാവശ്യം പേജ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇതൊരു 300 പേജോളം ഉണ്ട് മെലൂഹ ഫസ്റ്റ് ബുക്ക്. ഇതും ഒരു 300 പേജോളം തന്നെയുണ്ട് രണ്ടാമത്തെ ബുക്കും. ഈ ട്രയോളജി മൂന്നാമത്തെ ബുക്ക് വരുമ്പോൾ അതൊരു 600 പേജ് അടുത്തുണ്ട്. ഇത് മാത്രമാണ് കുറച്ചധികം ലെങ്ത് ഉള്ളത്. പക്ഷെ നിങ്ങൾ വായിച്ച് തീരും. ഞാൻ തന്നെ എനിക്ക് ഈ ഒരു ബുക്ക് വായിക്കാൻ കുറച്ച് സമയം എടുത്തു. ആദ്യത്തെ 2 ബുക്ക് പെട്ടെന്ന് വായിച്ച് തീർത്തു. എൻ്റെ ഒരു 3-4 മാസത്തെ ഒരു ജേർണിയിലുണ്ടായിരുന്ന ബുക്കാണ് ഈ 3 ലൈക്ക് ഞാൻ ഈ ലോകത്തായിരുന്നു. കാരണം എനിക്ക് അത്ര പെട്ടെന്ന് വായിച്ച് തീർക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ വേൾഡിൽ ഇന്നായി ഫസ്റ്റ് ബുക്ക് കുറച്ച് വായിച്ചപ്പോൾ തന്നെ. അപ്പോൾ കുറച്ചധികം നാളെ എനിക്ക് ഈ ഒരു വേൾഡിൽ സഞ്ചരിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പയ്യാണ് ഇത് വായിച്ചത്. കാരണം അത്രത്തോളം നമ്മൾ കണക്റ്റ് ആവും ഈ കഥയായിട്ട്. ഇപ്പം ഞാനിത് വായിക്കുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാഹുബലി കൺക്ലൂഷനിലെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, ഫസ്റ്റ് ക്രെഡിറ്റ് സോങ്. അത് ഞാൻ കേൾക്കും. അത് കേട്ടിട്ട് ഇതൊരു വെബ് സീരീസ് ആണ്, ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് സോങ് ഇങ്ങനെയാണെന്ന രീതിയിൽ ഞാൻ മൈൻഡിൽ വെച്ചിട്ടാണ് ഇത് വായിക്കാൻ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊരു വെബ് സീരീസാണ് ഞാൻ വായിക്കുമ്പോൾ. ആ രീതിയിൽ ഞാൻ ഇതിനെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള ക്യാരക്ടർ ചേഞ്ചസും ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഒക്കെ ഈ ബുക്കിലുണ്ട്. ലൈക്ക് ഒരു ബുക്കെന്നുപരി ഒരു വെബ് സീരീസ് കാണുന്ന പോലെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഇത് വായിക്കുമ്പോഴാണെങ്കിൽ തന്നെ. ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ 55 ലക്ഷം കോപ്പിയുള്ള ഒരു ഹിറ്റായിട്ടുള്ള ബുക്കാണിത്. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു വായനാശീലമുള്ള ആളല്ലെങ്കിൽ പോലും ഇത് വായിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളിത് വായിക്കണം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ ലാംഗ്വേജൊക്കെ അത്ര ഈസി ലാംഗ്വേജ് തന്നെയാണ് മലയാളത്തിലേക്ക് എഴുതിയിരിക്കുന്നതൊക്കെ. ഇംഗ്ലീഷ് വേണം, ഇംഗ്ലീഷും വായിക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയോടൊക്കെ അത്രയും ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ബുക്ക് വായിച്ചിരിക്കുക. ഒരു സിനിമ കാണുന്ന ഒരു ലാഘവത്തോടെ നിങ്ങൾക്കിത് വായിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബുക്കാണിത്. ഭാവിയിൽ ഇത് ഗെയിം ഓഫ് ത്രോൺസിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനൊരുപടി മുകളിൽ പോകുന്ന ഒരു കിടിലൻ വെബ് സീരീസായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കുക. ദ മെലൂഹ ട്രയോളജി ഫസ്റ്റ് ബുക്ക്, മെലൂഹയിലെ ചിരഞ്ജീവികൾ എന്നാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് വരുന്നത് ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ. സോ വായിക്കാം. താങ്ക് യു.